കണ്ടൽ ചെടികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം തരുന്ന ചെടിയാണ്. കാണാൻ പോലുള്ള ഒരു കയ്യാണ്. കണ്ടൽക്കാടിൽ അതങ്ങനെ ഉണ്ടാവുള്ളൂ. അതിങ്ങനെ വളർന്ന് പന്തലിക്കുന്ന സാധനമാണ്. കണ്ടൽക്കാടിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ സുന്ദരി കണ്ടൽ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ചേച്ചി സുന്ദരിയാണോ? അല്ലാതെ നിങ്ങൾക്കറിയോ ഈ കടലുണ്ടിയല്ലേ, ഇത് ജൈവ വൈവിധ്യങ്ങൾ അടങ്ങിയ 6 വെറൈറ്റി കണ്ടൽ ചെടികളുണ്ട് ഇതില്. നമുക്ക് നിങ്ങൾ ഈ നാട്ടുകാരായതുകൊണ്ട് നിങ്ങൾ അതിനെ കുറിച്ച് അതല്ല. പിന്നെ വെച്ചാൽ ഈ പറയുന്ന അറിവ് സഭാന പറഞ്ഞു. ഏതായാലും നമ്മളെ സ്വാഗതം പറയാം. സഭാന പറഞ്ഞു വന്നിരുന്നു. അപ്പൊ വർത്താനത്തില് പറയാലോ. നമുക്ക് അറിയുന്ന അറിവുകൾ ഷെയർ ചെയ്യുമ്പോ സന്തോഷല്ലേ. ബാക്ക്ഗ്രൗണ്ട് കിട്ടണേ. ഇല്ല, ക്ലാസ് ഒന്ന് കേട്ടെ. ഇത് വേറെ ആരോ കുഴിച്ചിട്ട് ഞാൻ വെച്ചാൽ ഓക്കെ എടുത്തോ. ഈശ്വര സഭാന കേട്ടാതിയോ? അയ്യോ എന്റെ മുഖം കാണില്ലേ? കാണുള്ളൂ. രണ്ട് കുട്ടികളെ കിട്ടിക്കണേ. എന്താണ് കുത്തനെ പോണേ. കണ്ടൽ ചെടിയുടെ ഇടയിൽ വളരുന്ന പൊന്നുംവള്ളി എന്ന വള്ളിയിലുണ്ടായ പൂവാണിത്. എന്തൊക്കെയാ പറക്കേ? പ്ലാസ്റ്റിക്കിനെ കൂടുതലായിട്ട് ബോട്ടിലുകളുണ്ട്, പാമ്പേഴ്സുകളുണ്ട്. ബോട്ടിലുണ്ട്, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ. പിന്നെ വീടുകളിൽ നിന്ന് ഉപയോഗശൂന്യമായ സാധനങ്ങളൊക്കെ, വേസ്റ്റുകളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പൊ കുട്ടികളെ ടോയ്സ്, വീട്ടിലെ ആവശ്യമില്ലാത്ത ബാഗ്, ഷൂ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. മാത്രല്ല കൊതുകിന്റെ കടിയുണ്ട്. അതേ ഉള്ളൂ. കുപ്പിനകത്തുള്ള വെള്ളം കെട്ടിയുന്നോണ്ട് അല്ല, അത് കൊതുക് കടിക്കൊണ്ട് സ്റ്റെപ്പാക്കി മാറ്റി. കാല് തോന്നുന്നുണ്ടോ? പിന്നെ കാലവിടെ തന്നെ ഉണ്ടോ? ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഉണ്ടോന്നുള്ളത്. ഒരാള് കുടുങ്ങി. അതൊക്കെയല്ലേ കറക്റ്റ് കിട്ടില്ലേ? താന്നു കേട്ടോ, ചതുപ്പ് സ്ഥലം. ഈ വെള്ളത്തിലൊക്കെ വീണ് ഞാൻ ആ കായലിൽ ചാടി ചാവിക്കണല്ലോ. അബുദാബിക്കാരൻ പുതുമണവാളൻ നിക്കാഹിനൊരുങ്ങി വരും. ഓം വിളിക്കുമ്പോ പറന്ന് വരും. ഇങ്ങനെ പാവാട വേണം, മേലാട വേണം, പഞ്ചാര പണം കിളിക്കേ. ഉമ്മാന്റെ പൊരുളെ വക്കാന്റെ കരളെ മുത്താടി നീ ഞമ്മക്കേ. മുത്താടി നീ ഞമ്മക്കേ. മുത്താടി നീ ഞമ്മക്കേ. മരിച്ചു ചെല്ലുമ്പോ പഠിച്ചോ ചോദിക്കൂലേ? അത് മുതലാട്ടോ, അത് മുതലാട്ടോ. അതാ അവിടെ അവിടെ ചേർത്ത് നിർത്താം നമുക്ക് പ്രകൃതിയെ. നല്ലൊരു നാളേക്ക് വേണ്ടി ജൂൺ 5 പരിസ്ഥിതി ദിനം. കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി തീരത്താണ് കണ്ടൽ തൈകളും മറ്റും നട്ടു പിടിക്കുകയും അതുപോലെ പ്ലാസ്റ്റിക് ക്ലീനിങ് ചെയ്തു. എന്താ പ്രശ്നം? കാലെടുക്കാൻ വരാനും വരും. അല്ല വള്ളം കയറാൻ തുടങ്ങി. അവിടെ വള്ളം കയറി ഇവിടെ എത്തി. പോയതിനെ പറ്റി അറിയണോണ്ടേ ഗ്യാപ്പ് ഉണ്ടായിക്കോട്ടെ. നവാസ് ലാസ്റ്റ് വാക്കിന്റെ കൊണ്ടാന്ന് നിൽക്കാം. കണ്ടൽ വനത്തെ പറ്റി ഓരോരുത്തർ ഓരോ വാക്ക് പറയാ.
കണ്ടൽ വനത്തെ പറ്റി. കണ്ടൽ വനം എന്താ പറയാ, ആദ്യമായിട്ട് നമ്മളെ ശിവസേട്ടന് സാറിനൊരു സ്വാഗതം പറയാണ്. അദ്ദേഹമാണ് നമ്മൾ ഇതിലേക്ക് ക്ഷണിച്ചത്. നമ്മൾ എല്ലാവരും സപ്പോർട്ടും അദ്ദേഹത്തിന് എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രതീക്ഷകൾ നമ്മൾ തുടങ്ങുകയാണ്. 2 വാക്ക് പറയാണ് ശിവസേട്ടനെ ക്ഷണിക്കാം. കണ്ടൽ ചെടികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം തരുന്നത് ചെടിയാണ്. കാരണം മനുഷ്യന്റെ ജീവനെ എങ്ങനെ സംരക്ഷണം തരുന്നത് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ മനുഷ്യന്റെ ജീവവായു പുറപ്പെടുവിക്കുന്ന ഒരു സസ്യമാണ് കണ്ടൽ ചെടി. അതുപോലെ തന്നെ സ്വത്തിന് സംരക്ഷണം തരുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അവരുടെ ഭൂമികൾ അല്ലെങ്കിൽ നമ്മുടെ കര അത് സംരക്ഷിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ചെടിയാണ്. ഈ കരയിടിച്ചിൽ, അതുപോലെ തന്നെ പിന്നെ തിരമാലകളിൽ നിന്ന് സംരക്ഷണം, അങ്ങനെ ഒരു വൻ മതിൽ അല്ലെ പ്രകൃതിയുടെ വൻ മതിൽ പോലെ തന്നെ ഈ കണ്ടൽ ചെടികളിൽപ്പെട്ട ഭ്രാന്തൻ കണ്ടൽ അതിൻ്റെ വേരുകളും മറ്റും സംരക്ഷിച്ചു വരുന്നു. അതിൽ കരയെ നല്ലൊരു ഭിത്തി പോലെ സംരക്ഷിച്ചു വരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ മനുഷ്യന് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സസ്യമാണ് കണ്ടൽ ചെടികൾ. അത് നട്ടു വളർത്തി സംരക്ഷിക്കേണ്ട ആവശ്യകത എന്നത്തേക്കാൾ ആവശ്യമായിട്ട് വന്നിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. നമ്മൾ ഒരു ആപത്ത് വന്നിട്ട് നമ്മൾ സംരക്ഷിച്ചിട്ട് കാര്യമില്ല. ആപത്ത് വരുന്നതിനേക്കാൾ മുമ്പേ തന്നെ മനുഷ്യൻ അത് ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത്. എത്ര തരം കടലുകൾ? ഇപ്പോൾ നമ്മളെ കടലുണ്ട് ചുരുങ്ങിയത് 7 തരം കടൽക്കാടുകളുണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ മറ്റു 3 തരം കടൽ കൂടി കാസർഗോഡ് നിന്നും അതുപോലെ തന്നെ മറ്റുള്ള പ്രദേശം തൃശ്ശൂരിൽ നിന്നൊക്കെ അതിന് പേരുകളൊന്നും പറയാൻ പറ്റും. ഇത് ഒട്ടായുള്ള പേരുകൾ ഇപ്പം നമ്മൾ വെച്ചുപിടിപ്പിച്ച കണ്ടൽ ഒന്ന് പൂക്കണ്ടൽ, അതുപോലെ തന്നെ ഒന്ന് എഴുത്താണിക്കണ്ടൽ, അതുപോലെ തന്നെ മറ്റേ ചെറിയ ഉപ്പുറ്റി, പിന്നെ ചെറിയ ഭ്രാന്തൻ കണ്ടൽ, അതുപോലെ നക്ഷത്രക്കണ്ടൽ, മറ്റുള്ള അത് 10 കണ്ടലുകളും മൊത്തത്തിൽ കേരളത്തിൽ വളരുന്ന എല്ലാ കണ്ടലുകളും ഇവിടെ സംരക്ഷിച്ച് വരണം എന്നാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. അത് ഭാവിയിൽ നിറവേറ്റുമെന്ന് ആഗ്രഹിക്കുന്നു. ഇതെങ്ങനെയാണ് വളരുന്നു പറയാമോ? വിത്ത് പൊട്ടിയാണോ വേരാണോ? വിത്തുകളിൽ നിന്നാണ് വളരുന്നത്, വേരുകളിൽ നിന്നല്ല. ഇത് വിത്താണ് ഇതിന്റെ. കാരണം ഇത് പിന്നെ മറ്റുള്ള പ്രദേശത്ത് വളരില്ല. കാരണം ഇത് കണ്ടൽ മറ്റേ പുഴയിൽ നിന്നുള്ള ഉപ്പുരസമുള്ള പ്രദേശത്തും അതുപോലെ തന്നെ ചളി നിറഞ്ഞ പ്രദേശത്താണ് വളരുന്നത്. ഈ പൂഴി മാത്രമുള്ള പ്രദേശത്ത് ഇത് വളരും. ഇത് മറ്റുള്ള ചെടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന്റെ വേര് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഈ ഉപ്പുറ്റി കണ്ടലിന്റെ വേരുകൾ നേരെ മുകളിലേക്കാണ് വളരുന്നത്. അതിന്റെ ശ്വസന വേര് കൂടിയാണിത്. ആ ശ്വസന വേരുകളിൽ പൂഴി വന്ന് അടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കണ്ടൽ നശിച്ചു പോകും. അതിന്റെ ഈ വേരുകൾ നമുക്ക് പരിശോധിച്ചാൽ കാണാം, ചെറിയ ചെറിയ ദ്വാരങ്ങൾ, ശ്വസന ദ്വാരങ്ങൾ അതിൽ കാണാം. കാരണം അത് കൂടാതെ തന്നെ മത്സ്യങ്ങളുടെ ഒരു പ്രജനന സ്ഥലം കൂടിയാണ്. മത്സ്യകുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് മറ്റുള്ള ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുത്തി വളർത്തുന്ന ഒരു മത്സ്യങ്ങളുടെ നഴ്സറി എന്ന് തന്നെ പറയാം. ഞണ്ട് ഏറ്റവും കൂടുതൽ മത്സ്യക്കുഞ്ഞ്, ചെമ്മീൻ, മറ്റുള്ള അതുപോലെ തന്നെ ഏറ്റവും മത്സ്യക്കുഞ്ഞുങ്ങളെ മറ്റുള്ള ശത്രുക്കളിൽ നിന്ന് സംരക്ഷിച്ചു വരുന്ന ഒരു ചെടിയാണ് ഈ കണ്ടൽ ചെടി. പക്ഷികൾ ഇവിടെ ദേശാടന പക്ഷികളൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇര തേടുന്നതിനും മറ്റുള്ള നല്ലൊരു സ്ഥലം തന്നെയാണ് കണ്ടൽ വളരുന്ന പ്രദേശങ്ങൾ. അതുപോലെ മത്സ്യങ്ങൾക്ക് അതിൻ്റെ ഭക്ഷണം ഈ ഇലകളൊക്കെ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കും. അപ്പോൾ കടലുണ്ടിപ്പുഴയിലെ മത്സ്യം ഇതുപോലെ തന്നെ നല്ല സ്വാദുള്ളതായിട്ട് പറയാറുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ ഈ കണ്ടൽ ചെടികളുടെ ഇലകളും മറ്റുള്ള അതിൻ്റെ പൂവുകളും കായകളുമാണ് അവർ ഭക്ഷിക്കുന്നത്. ഇതിലിപ്പോൾ ഭ്രാന്തൽ കണ്ടലല്ലേ നമ്പർ 1 ഏറ്റവും സ്ട്രോങ് ഉള്ളത്? ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു കണ്ടൽ ചെടി എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ കണ്ടൽ, പീക്കണ്ടലാണ്. അത് നമുക്ക് പോയാൽ കാണാം. അതിൻ്റെ പ്രകൃതിയാലുള്ള അതിൻ്റെ വളർച്ച അത് ഏവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ളതാണ്. ഒരു പ്രകൃതി തന്നെ അതിനൊരു കവാടം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഭയങ്കര പച്ചപ്പ്, ഏറ്റവും കൂടുതൽ പച്ചപ്പുള്ള ഒരു സസ്യമാണ്. ഏറ്റവും കൂടുതൽ എന്താ വെച്ചാൽ അന്തരീക്ഷത്തിൽ താപം വർദ്ധിക്കുന്നതുകൊണ്ടാണ് ഈ കാലാവസ്ഥയിൽ ചേഞ്ച് വരുന്നതാണ് പിന്നെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഈ താപത്തെ അല്ലെങ്കിൽ കാർബൺ, ഏറ്റവും കൂടുതൽ കാർബൺ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്നത്. ഈ ഏറ്റവും കൂടുതൽ കാർബൺ വലിച്ചെടുക്കുന്ന ഒരു സസ്യമാണ് നമ്മളെ ഈ കണ്ടൽ ചെടികൾ. ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തിട്ട് ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. അപ്പോൾ നമ്മുടെ അന്തരീക്ഷം തന്നെ ശുചീകരിക്കുന്ന ഒരു സസ്യമാണ് കണ്ടൽ വനങ്ങൾ. ഇപ്പം ഈ കാലാവസ്ഥ വ്യതിയാനത്തെ പറ്റി നമ്മൾ ആഗോളതലത്തിൽ ചർച്ച നടത്തുന്ന സമയത്ത്
അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രദേശത്തും ഈ പുഴ തീരങ്ങളിലും എല്ലാ സ്ഥലത്തും ഇത് ശരിക്കും നട്ടു വളർത്തണം. ഇപ്പൊ നമ്മൾ കാണുന്ന കോഴിക്കോട് നഗരത്തില് ഏറ്റവും കൂടുതൽ കണ്ടലുണ്ടായ പ്രദേശമാണ്. അത് വികസനത്തിന്റെ പേരിൽ അതൊക്കെ വെട്ടിമാറ്റി മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ വിപത്താണ് അനുഭവിക്കുന്നുണ്ട്. സരോവരം തീരങ്ങളിലൊക്കെ ആ പുഴകളില് അല്ലെ ആ തോടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടലുണ്ടായിരുന്ന ആ കണ്ടലുകളൊക്കെ വെട്ടി വികസനത്തിന്റെ പേരും പറഞ്ഞ് വെട്ടിമാറ്റി. ഇവിടെ നിന്നാണ് ഗ്രാഫ് ചിന്തിച്ചു തുടങ്ങുന്നതും പ്രവർത്തിക്കുന്നതും. കേരളത്തിലെ എല്ലാ ജില്ലയിലും ഗ്രാഫിന്റെ മെമ്പർമാരുണ്ട്. അതിനാൽ തന്നെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഗ്രാഫ് ചെന്ന് പ്രവർത്തിക്കും. പലരും ഇറങ്ങാൻ മടിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ഗ്രാഫിന്റെ പ്രവർത്തകർ ഇറങ്ങിച്ചെന്ന് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും പെറുക്കുന്നു. ജൂൺ 5 പരിസ്ഥിതി ദിനം. ഇവിടെ കല്ലുണ്ടി വള്ളിക്കുന്ന് റിസർവ് വനത്തിൽ നമ്മളെ കണ്ടൽക്കാട് കുഴിച്ചിടലും പ്ലാസ്റ്റിക് ക്ലീനിങ് ഗ്രാഫിന്റെ പ്രവർത്തകർ. അതിനുശേഷം ഒരു അടിപൊളി ബോട്ട് യാത്രയും. പ്രകൃതി നമ്മുടെ വീടാണ്. മറ്റുള്ളവർ പ്ലാസ്റ്റിക്കുകൾ അശ്രദ്ധയോടെ വലിച്ചെറിയുമ്പോൾ ഞങ്ങളത് സന്തോഷത്തോടെ പെറുക്കിയെടുത്ത് സുരക്ഷിതമായ ഭാഗങ്ങളിലേക്ക് മാറ്റുന്നു. ഇതൊക്കെ വെള്ളത്തിൽ നോക്കിയാ ഇപ്പൊ എടുക്ക് വെള്ളം ഇറങ്ങുന്നുണ്ടാവില്ലേ? ശബാന ഇതിനെ പറ്റി ഒന്ന് പറയാം. വെള്ളം ഇറങ്ങുന്നുണ്ടാവില്ലേ? കണ്ടൽ കല്യാണം വന്നപ്പോ തമാശാണ്. ആ ഉങ്ങളല്ലോ ഒരു പാട്ട് പാടി അല്ലേ? നമുക്ക് വേണ്ടി ഒരു ആരാ പാടുന്ന പാട്ട്? ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള ഒരു പുതുമണവാട്ടിന്റെ അരുമുല്ലത്തിനാവിലെ അഴകേറും പുതുമരൻ വരുന്നേ. കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടിയിലെ ഈ കണ്ടൽക്കാടുകൾ നിങ്ങൾക്കും കണ്ട് ആസ്വദിക്കാം. 1 മണിക്കൂറിന് 800 രൂപയാണ് അവർ ഈടാക്കുന്നത്. ഒരു ബോട്ടിൽ 8 പേർക്ക് വരെ കയറാം. കടലുണ്ടി കണ്ടൽ സൈലന്റ് ആയി നിൽക്കുന്നുണ്ട്. എല്ലാരും വെച്ചടി ഒരു പാട്ട് പാടുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്ന് പോകരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്.